മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന നിയുക്ത മുഖ്യമന്ത്രി, എപ്പോഴും വായിൽ പ്രതിപക്ഷ നേതാവെന്നേ വരുന്നുള്ളൂ, വി.ഡി. സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് മന്ത്രിസഭ രൂപീകരണം എല്ലാം പാർട്ടിയാണ് തീരുമാനം, മന്ത്രിമാരെ പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടി തീരുമാനിക്കുക. എന്നാൽ നിങ്ങൾ ലിസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ ആദ്യം കൊടുക്കുന്ന പേരേതാ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പാർട്ടിയുടെ അക്കൗണ്ടിൽ. രണ്ടാമത്തെ പേരേതാ? അത് മുൻ KPCC അധ്യക്ഷൻ K. മുരളീധരൻ. അപ്പോൾ രണ്ടുപേരും ഉണ്ടെന്ന് ഉറപ്പിക്കും. അപ്പൊ മൂന്നാമത്തെ പേര് ഇപ്പൊ ഞാൻ രമേശിന്റെ പേര് മനപ്പുറം വിട്ടുകളഞ്ഞല്ല കേട്ടോ, അതാണ് ഒന്നാമത്തെ പേര്. ശരി, ചേരുകയാണെങ്കിൽ ഇത് മൂന്നായി. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K. മുരളീധരൻ, ഈ പേര് ഒഴിവാക്കി പാർട്ടിക്ക് ഒരു ലിസ്റ്റ് കൊടുക്കാൻ കഴിയുമോ? പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഒഴിവാക്കി പാർട്ടിക്ക് ഒരു ലിസ്റ്റ് കൊടുക്കുക. അപ്പൊ 4 പേർ പാർട്ടി അക്കൗണ്ടിൽ വന്നേ. 6 പേരേ ഉള്ളൂ. 6 അല്ലെങ്കിൽ 7 പരമാവധി. 6 പേർ കൂടിക്കോ. 6 പേരുന്നത് CM-ന് ഇട്ടേക്കാണ്. CM തീരുമാനിക്കും, മുഖ്യമന്ത്രി തീരുമാനിക്കും. അവിടെ ഗ്രൂപ്പിക്കേഷൻ ഒന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. കൊച്ചിയിലെ ആഘോഷം, വലിയ തോതിലുള്ള ആഘോഷം. കൊച്ചി എന്ന് പറയുന്നത് വി.ഡി. സതീശന്റെ സ്വന്തം ജില്ലയാണ്. 14 ക്ലീൻ സ്വീപ്പ് കൊച്ചി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇന്ന് ആഘോഷത്തിൽ അമരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷിയാസിന് സീറ്റ് വാങ്ങിച്ചു കൊടുത്ത് കൊച്ചി മണ്ഡലമടക്കം ജയിപ്പിച്ച് 14 എന്ന നിലയിലാണ് വലിയ വിജയം UDF ഇത്തവണ കൊച്ചി ചോദിച്ച ആ കാര്യത്തിലെ വീണ്ടും ഷിയാസ് മന്ത്രി ആകുമോ? വരില്ലേ? കോൺഗ്രസിന് ഒരു മുസ്ലിം മന്ത്രി എന്തായാലും ഉണ്ട്. 5+1, അതായത് 5 ലീഗ് 1 അല്ലെങ്കിൽ 4 ലീഗ് 1 UDF സാധാരണ നിലയിൽ ഉണ്ടാകും. പക്ഷേ നിയമസഭയിൽ വളരെ സീനിയറായ അൻവർ സാദത്ത് അവിടെ നിൽക്കുന്നു. അപ്പൊ അൻവർ സാദത്ത് ആലുവ MLA ആയി അവിടെ നിൽക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് ഷിയാസിനെ മന്ത്രിയാക്കാൻ പറ്റുമോ? T. സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ, 2ാം തവണയാണ് അദ്ദേഹം MLA ആവുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിലെ സീനിയോറിറ്റി എന്ന് പറയുന്നത് വലുതാണ്. സിദ്ദിഖും അൻവർ സാദത്തും ഷിയാസിന്റെ പരിഗണന അത് സ്വയം സീനിയോറിറ്റി ആണെങ്കിൽ, നോർമലി സീനിയോറിറ്റി ആണെങ്കിൽ സാധാരണ നിലയിൽ ഷിയാസ് മന്ത്രിസഭയിൽ മന്ത്രിയാവാൻ സാധ്യത. പക്ഷെ ഇത് മിക്സ് ആണല്ലോ. മന്ത്രിസഭ എന്നതൊരു മിക്സഡ് സംവിധാനമാണ്. മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായി മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനമെടുക്കുകയാണ്. യുവാക്കളായി എത്ര പേർ? ഒരു മധ്യവയസ് പ്രായമുള്ള, ശരാശരി പ്രായം ഒരു 45-ലൊക്കെ നിർത്തുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. തമിഴ്നാട്ടിൽ നോക്കൂ, ഇപ്പോൾ TVK സർക്കാർ, TVK വരുമ്പോൾ TVK MLA-മാരുടെ ശരാശരി പ്രായം 45 വയസ്സാണ്. അവിടുത്തെ സാഹചര്യമല്ല ഇവിടെ. തമിഴ്നാട്ടിലെ പാർട്ടി TVK 2 കൊല്ലം മാത്രം പ്രായമുള്ള അവിടുത്തെ സാഹചര്യമല്ലെങ്കിലും P. രാജീവും KN ബാലഗോപാലും PA മുഹമ്മദ് റിയാസും കഴിഞ്ഞ ടൈമിൽ മന്ത്രിമാരെ പ്പോൾ യുവ മന്ത്രിമാർ 3 പേർ, വീണ ജോർജ് 4 പേർ. അവരുടെ മന്ത്രിമാരുടെ പ്രായം എത്രയാണ്? കേരളത്തിൽ സാഹചര്യം വ്യത്യാസമാണ്. 10-55 വയസ്സാണ് ഇവിടുത്തെ യുവാക്കളുടെ പ്രായം മന്ത്രിസഭയിൽ. അങ്ങനെ വന്നാൽ 50-55 വയസ്സ് എന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പല ഇക്വേഷൻസിലും മാറ്റമുണ്ടാകാം. ഗ്രൂപ്പ് എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രി തീരുമാനിക്കും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊരു